ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയുടെ കട പൂട്ടിച്ചത് ശ്രുതിയാണെന്നുള്ള സത്യം ഇനി സച്ചി അറിയണം കേട്ടോ. അപ്പൊ സച്ചി ഇത് അറിയുമ്പോൾ നല്ല ഉഗ്രം പണി കൊടുക്കുന്നുണ്ട്. അങ്ങനെ സച്ചി തന്റെ ഭാര്യയ്ക്ക് എങ്ങനെയാണ് കടയിട്ട് കൊടുക്കുക എന്ന ആ ഒരു ചിന്താഗതിയിലായിരിക്കണം കേട്ടോ. അങ്ങനെ മഹേഷിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തന്റെ കൂട്ടുകാരോട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുമ്പോൾ നീ ഇപ്പോൾ കട തേടി വലിയ കടന്ന് തേടി പോയി കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. ഞങ്ങൾ ഒരു ഐഡിയ പറയാം. എന്ത് ഐഡിയ എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്കൂട്ടി വാങ്ങി കൊടുക്കുക എന്ന് പറയാനിട്ടോ. സ്കൂട്ടിയോ? അതെ, അതിലാവുമ്പോൾ കച്ചവടം ചെയ്യാം, ആർക്കും എടുത്തു കൊണ്ടുപോകാനും പറ്റില്ല. അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് കച്ചവടവും ചെയ്യാം. വീട്ടിലാണെങ്കിൽ വീട്ടിൽ, അതല്ലെങ്കിൽ പുറത്തു പോകണമെങ്കിൽ പുറത്തു പോവാം. അവൾക്കൊരു രസവും ആവും എന്ന് പറയാനിട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി സച്ചിക്ക് അത് നന്നു എന്ന് തോന്നാണ് കേട്ടോ. അങ്ങനെ സച്ചിക്ക് രേവതി ഈ സ്കൂട്ടറിൽ കച്ചവടം ചെയ്യാനുള്ള ആ ഒരു തീരുമാനം എടുക്കണം. അങ്ങനെ സച്ചി ആ സ്പോട്ടിനെ എന്ന് പറയുന്നത് പോലെ സച്ചി തന്റെ ഭാര്യയ്ക്ക് സ്കൂട്ടർ വാങ്ങി വീട്ടിലോട്ട് കൊണ്ടുവരാൻ കേട്ടോ. അങ്ങനെ എല്ലാവരെയും അമ്പരപ്പിച്ചും കൊണ്ട് ഈ ഒരു സ്കൂട്ടർ വാങ്ങിച്ച് സച്ചി രേവതിക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ട് പറയാണ്, രേവതി, നീ ഇങ്ങനെ കരഞ്ഞിരിക്കേണ്ടവളല്ല. നീ ഒരു പൂക്കെട്ടുകാരിയാണ്, നീ പൂക്കച്ചവടം ചെയ്യുന്നവളാണ്, അത് നീ തുടരണം എന്ന് പറയണേട്ടോ. അത് കേൾക്കുന്ന രേവതിയോട് രേവതി ചോദിക്കുക, സച്ചേട്ടാ അതെങ്ങനെ? അതാണ് ആ ഇരിക്കുന്ന സ്കൂട്ടർ എന്ന് വ്യക്തമാക്കണം കേട്ടോ. ഇത് കേട്ട ഉടനെ എല്ലാവരും ഞെട്ടിപ്പോവാണ്. അപ്പൊ ചന്ദ്രക്കാണെങ്കിലോ വളരെ പുച്ഛത്തോടു കൂടി ചന്ദ്ര പറയും, സ്കൂട്ടറിലോ? അത് കേൾക്കുന്ന രവി, എന്താ സ്കൂട്ടറിൽ കച്ചവടം ചെയ്യാൻ പറ്റില്ലേ? നീ ഇതൊന്നും കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കാനായിട്ട്. അങ്ങനെ സച്ചി പറയാണ്, ആര് ഇനി എങ്ങനെ മെനക്കെട്ടാലും നിന്റെ കട എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. ഏത് മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഏത് തലപ്പത്തുള്ളവനാണ് ആർക്കും ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിനക്ക് എവിടെ വെച്ച് വേണമെങ്കിലും കച്ചവടം ചെയ്യാം. ഈ വീട്ടുമുറ്റത്തും ഈ വീടിനുള്ളിലും അതുപോലെ തന്നെ പുറത്തും എവിടെ വേണമെങ്കിലും നിനക്ക് കച്ചവടം ചെയ്യാന്ന് പറയണേട്ടോ. ഇത് കേൾക്കുന്ന ചന്ദ്രമതിക്കും അതുപോലെ ശ്രുതിക്കും വലിയ തിരിച്ചടിയാവണം കേട്ടോ. അങ്ങനെ ഈശ്വര ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ പ്രതിസന്ധിയിലാവാണ്. പിന്നീട് സച്ചിയാണെങ്കിലോ, രവതി നീ പൂവെടുത്തോ എന്ന് പറയണ. അങ്ങനെ തന്റെ വണ്ടിയിൽ പൂവൊക്കെ പറയാണ്. പിന്നെ സച്ചി രേവതിയും കൂടെ ഒരുമിച്ച് ചേർന്ന് ആ സ്കൂട്ടറിൽ പോവാൻ കേട്ടോ. എന്നാൽ ഇതുവരെ തന്റെ ഭാര്യയുടെ മുഖത്ത് ഇത്രയും വലിയൊരു സന്തോഷം സച്ചി കണ്ടിട്ടില്ല. അത്രയും വലിയ സന്തോഷമാണ് കേട്ടോ രേവതിക്ക്. രേവതിയോട് തന്നെ വണ്ടി എടുക്കാനും വണ്ടി ഓടിക്കാനും പറയുമ്പോൾ സച്ചിക്ക് കാണാൻ കഴിയുന്ന കേട്ടോ. അങ്ങനെ സച്ചി തന്റെ ഭാര്യയുടെ കണ്ണീര് ഒപ്പിയിരിക്കുകയാണ്. അപ്പൊ രവി പറയാണ്, ഇതാ കണ്ടോ, അവരാണ് ഭാര്യ ഭർത്താക്കന്മാർ. സച്ചിക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ രേവതി ഉണ്ടാവും, രേവതിക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ സച്ചി ഉണ്ടാവും എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന സുധിയുടെ മനസ്സിൽ ഒരു കറ വീണിരിക്കുകയാണ്. അത് ശരിയാണ് അച്ഛൻ പറഞ്ഞത് എന്ന് വർഷ പറയാൻ കേട്ടോ. എന്നെയും ശ്രീകാന്തിനെയും പോലെ ഞങ്ങൾക്കിടയിൽ പ്രശ്നം വന്നപ്പോൾ ഞങ്ങളും കണ്ടില്ലേ ഇതേപോലെ എന്ന് പറയട്ടോ. ഈ സമയം സുധിയാണെങ്കിലോ ശ്രുതിയെ ഇങ്ങനെ നോക്കാണ്. അപ്പൊ ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് സുധിക്ക്. അങ്ങനെ സുധി അവിടെ എനിക്ക് മാത്രം അതിനൊന്നും ഭാഗ്യമില്ല എന്ന് പറയാനിട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി സുധിയുടെ ഒപ്പം പോവാണ്. എന്നിട്ട് എന്താ സുധി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എന്റെ അവസ്ഥ ഒന്ന് നീ ആലോചിച്ച് നോക്ക്. സച്ചിക്ക് ഇവിടെ കാറ് പോയപ്പോൾ അവരൊരു ഓട്ടോ ഓടിച്ചപ്പോൾ അവന്റെ ഭാര്യ എന്താ ചെയ്തത്? സച്ചിക്ക് ഒരു കാറ് വാങ്ങിച്ചു കൊടുത്തു. എന്നാൽ ഇപ്പോൾ രേവതിയുടെ കട പൂട്ടിയപ്പോൾ, രേവതിയുടെ കട മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുപോയപ്പോൾ ഇന്നിപ്പോ സച്ചി എന്താ ചെയ്തത്? അവൾക്ക് ഒരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തു. അതിനെന്താ സുധി ഇപ്പോ? അതിനെന്താ കുറ്റം? ഒരു ബിസിനസ് തുടങ്ങണം, എനിക്ക് ഇത്ര പണം വേണം എന്നൊക്കെ ഞാൻ നിങ്ങളോട് വന്നപ്പോ ആരെങ്കിലും എന്റെ വാക്കുകൾക്ക് വില കൊടുത്തോ? നീ വലിയ കോടീശ്വരനായ അച്ഛന്റെ മകളാണ്. അത് കേൾക്കുന്ന ശ്രുതിയൊന്നും ഞെട്ടിപ്പോകട്ടോ. ഈശ്വരൻ എന്താ ഈ പറയുന്നത്? ഞാൻ സാധാരണ ഒരു പെണ്ണാണെന്ന് ഇവനെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അപ്പോൾ തന്നെ നീ ഒരു കോടീശ്വരന്റെ മകളാണ്. എന്നിട്ട് എന്താ എനിക്ക് ഒരു കാര്യമില്ല. എനിക്ക് എത്ര ആപത്തുകൾ വരുന്ന, എന്തെല്ലാം ബിസിനസ്സുകൾ ഞാൻ ചെയ്യുന്ന, ആരുടെയൊക്കെ മുന്നിൽ ഞാൻ കൈനീട്ടി നിൽക്കുന്നു. ഇപ്പൊ പിച്ചവേഷം പോലെ എനിക്ക് കെട്ടേണ്ടി വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയണേട്ടാ. അപ്പൊ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ശ്രുതി പറയണ, എന്താ ശ്രുതി നീ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് പറയണം? എനിക്ക് ആരുമില്ല, താങ്ങും തണലുമായി എന്ന് പറയണ്ട. അത് കേട്ടോടനെ ശ്രുതി പറയണം, അങ്ങനെ ഒരിക്കലും ശ്രുതി നീ പറയരുത്. കാരണം ഞാൻ നിനക്ക് താങ്ങില്ല എന്ന് നീ പറയരുത്. നീ ഇവിടുത്തെ ചെലവിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കേണ്ടേ? അതിനു പകരം ഞാനല്ലേ നിന്റെ ചെലവിന്റെ പൈസ ഒക്കെ കൊടുക്കുന്നത്. നിനക്ക് പണമില്ലാത്തത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് എൻ്റെ ഈ ബ്യൂട്ടി പാർലറിൽ നിന്നല്ലേ എന്ന് പറയണേട്ടോ. ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ എന്ന് ശ്രുതി പറയുന്നു കേട്ടോ. അപ്പോഴാണ് ചന്ദ്ര വാതിൽ വന്ന് തട്ടുന്നത് കേട്ടോ. ശ്രുതിയെ വിളിക്കാൻ, നീ ഒന്നിങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കാൻ കേട്ടോ. അങ്ങനെ ഈ സമയം സച്ചിൻ രേവതിയാണെങ്കിൽ തിരികെ വന്നിട്ടുണ്ടാവും.
എന്നിട്ട് രേവതിയോട് സച്ചി ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നിനക്ക് സന്തോഷമായെന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചേട്ടാ ഞാനിപ്പോ ഈ റോഡരിക്കൽ കച്ചവടം ചെയ്യുന്നതിനേക്കാൾ സന്തോഷവതിയാണ്. എനിക്ക് സച്ചേട്ട ബോറടിക്കുന്നത് പോലെ എനിക്ക് ഈ സ്കൂട്ടർ എടുത്ത് എങ്ങോട്ടെങ്കിലും ഒക്കെ പോവുകയും അവിടെ പൂക്കച്ചവടം ചെയ്യുകയും എന്റെ ബിസിനസ്സിന് യാതൊരു വീഴ്ചയും വരില്ല. ഇനി പൂവെടുക്കാൻ എനിക്ക് സച്ചേട്ടന്റെ ഓട്ടോയുടെ ഒന്നും ആവശ്യമില്ലല്ലോ, സ്വന്തമായി തന്നെ എനിക്ക് പോവാലോ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയാനിട്ടോ. ആ വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോ സച്ചിയും വളരെ സന്തോഷവാനാവാനിട്ടാ. അങ്ങനെ അവർക്കിടയിൽ വലിയ സന്തോഷം തന്നെ പോയിട്ടു. അങ്ങനെ ഒരു ദിവസം ഇവര് തമ്മിൽ സംസാരിക്കാണ്. ചന്ദ്രമതിയും ശ്രുതിയും കൂടി സംസാരിക്കാനിട്ടാ. ചന്ദ്രമതി ശ്രുതിയുടെ നേർക്ക് ചൂടാവാണ്. എന്റെ മകൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇവിടെ സച്ചിക്ക് ഒരു ആപത്ത് വരുമ്പോൾ രേവതി സഹായിക്കാനുണ്ട്, എന്നാൽ രേവതിക്ക് ഒരു ആപത്ത് വരുമ്പോൾ സച്ചി സഹായിക്കാനുണ്ട്. എന്നാൽ എന്റെ മകന് ഇപ്പൊ പണം ആവശ്യം വന്നപ്പോ നീ വലിയ കോടീശ്വരിയാണ്, നിന്റെ അച്ഛനിൽ നിന്ന് പണം വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി നിന്നെ കൊണ്ട് കഴിഞ്ഞോ? ഇപ്പൊ എന്താ ഉണ്ടായത്? അവളുടെ കട പൊട്ടിക്കാൻ നമ്മൾ ശ്രമിച്ചപ്പോ അതിലേറെ വലിയൊരു സന്തോഷമാണ് അവൾക്ക് കിട്ടിയത്. ഇപ്പൊ സ്വന്തമായി സ്കൂട്ടറൊക്കെ ആയി. എന്നാൽ നിനക്കത് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് അത് സച്ചി അങ്ങ് കേൾക്കാണ്. ഈശ്വര എന്താ ഇപ്പൊ ഈ കേട്ടത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ സമയം ഉടൻ തന്നെ ചന്ദ്രമതി ദേഷ്യത്തോടു കൂടി പറയണേ, നീ ഇപ്പോ അവളുടെ കട മുനിസിപ്പാലിറ്റിയിലോട്ട് വിളിച്ചു പറഞ്ഞ് നീ അവളുടെ കട തകർത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ സന്തോഷത്തിലായി, അവൾക്ക് ഇനി ബിസിനസ്സും ഇല്ല കടയില്ല ഒന്നുമില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമ്പോ ഇപ്പൊ അവൾക്ക് സ്വന്തമായി ഒരു സ്കൂട്ടർ സച്ചി വാങ്ങിക്കൊടുത്തിരിക്കുന്നു, അതോ അവളുടെ പേരിൽ. ഇതൊക്കെ കാരണക്കാരി നീയല്ലേ? എന്നാൽ നീ ഒരു പണക്കാരിയായിട്ട് നിനക്കൊരു സ്കൂട്ടർ പോയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഒരു സൈക്കിൾ പോലും നിനക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചൂടായും കൊണ്ടിരിക്കുകയാണ്. എന്റെ മകനെ സഹായിക്കാൻ പോലും നീ ഒരു പണക്കാരിയായി നിന്നെ കൊണ്ട് കഴിയുന്നില്ല, ഒരു രൂപയുടെ സഹായം നിന്നെ കൊണ്ട് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ അച്ഛൻ ജയിലിലായതുകൊണ്ടല്ലേ? എന്റെ അച്ഛൻ ജയിലിലായിരുന്നെങ്കിൽ എത്രത്തോളം പണം ഇങ്ങോട്ടേക്ക് വരുമെന്ന് അറിയില്ലേ? എന്റെ അച്ഛൻ ഞങ്ങളുടെ ബന്ധം അംഗീകരിച്ചില്ല, അത് കഴിഞ്ഞിപ്പോ ഒക്കെ ആയി വന്നപ്പോ എന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ ആയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടാ. അപ്പോ ഇത് കേട്ട ഉടൻ തന്നെ സച്ചിക്കാണെങ്കിൽ ദേഷ്യം അടങ്ങുന്നില്ല കേട്ടോ. ശ്രുതിയോട് ഭയങ്കര ദേഷ്യം തോന്നാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് സച്ചി ഇങ്ങനെ നിൽക്കുക. അപ്പൊ ചന്ദ്രമതി പറയണേ, എന്തായാലും ഇതിനൊരു പ്രതിവിധി കാണണം, നിന്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കണം, അതിനെന്താ ആന്റി വഴി? അതിന് ആരാ ഉള്ളത്? ചെറിയച്ഛൻ വന്ന് പറഞ്ഞത് കേട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണിട്ട് എന്തെങ്കിലും ഒരു വഴി ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ വലിയൊരു കൂടത്തരം ചെയ്യുന്ന ഒരു സന്യാസിനി ഉണ്ടെന്നോ മന്ത്രവാദി ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയാ ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങരുടെ അടുത്തൊന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയണ്ട. ഇത് സച്ചി കേൾക്കണം കേട്ടോ. അങ്ങനെ സച്ചി ഇത് കേൾക്കുമ്പോ സച്ചിക്ക് ഇത് തന്നെയാണ് ശ്രുതിക്ക് തിരിച്ചടി കൊടുക്കാൻ പറ്റിയ സമയം. അവൾ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവൾക്ക് ഒന്നൊന്നര തിരിച്ചടി തന്നെ താൻ കൊടുക്കുമെന്ന് തീരുമാനമെടുക്കണം. അങ്ങനെ ചന്ദ്രമതി ആ ഒരു സ്വാമിജിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയോട് കുറെ കാര്യങ്ങൾ പറയും. ഈ വീട്ടിൽ നോമ്പ് നോൽക്കണം, കുറച്ച് നോമ്പുകൾ ചെയ്യാനുണ്ട്, വ്രതങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ശ്രുതിയുടെ അച്ഛൻ നാട്ടിലോട്ട് വരും, അയാൾ ജയിലിൽ നിന്ന് മോചിതനാവും എന്നുള്ള സത്യമൊക്കെ വെളിപ്പെടുത്താൻ കേട്ടോ. അങ്ങനെ ഇതൊക്കെ സച്ചിയുടെ പണിയായിരിക്കും. എന്നാൽ ഇതൊന്നും ചന്ദ്രമതിക്ക് അറിയില്ല. അങ്ങനെ ചന്ദ്രമതി വന്നിട്ട് ശ്രുതിയോട് പറയണേ, നീ തനിയെ ഭക്ഷണം ഉണ്ടാക്കണം, അതിരാവിലെ എണീക്കണം, ഇതിൽ ഉപ്പിടാൻ പാടില്ല, പഞ്ചസാര ഇടാൻ പാടില്ല, അങ്ങനെയുള്ള പല ചിട്ടവട്ടങ്ങളും ഉണ്ട് ഈ നോമ്പിന് വ്രതം എടുക്കുന്നത്. അതിനനുസരിച്ച് വേണം. അതിരാവിലെ പോയി അമ്പലത്തിൽ പോയി പല വ്രതങ്ങളും ചെയ്യാനുണ്ട്, പല നോമ്പുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ അമ്പലം ശയനപ്രദർശനം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അതൊക്കെ കേൾക്കുന്നു. അയ്യോ ആന്റി, ഞാനോ അതിരാവിലെ തണുപ്പത്ത് കുളിക്കാനോ? നിന്റെ അച്ഛൻ പുറത്തിറങ്ങാനാണ്, നീ അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാനായിട്ട്. അങ്ങനെ ഇനി ശ്രുതിയെ കൊണ്ട് തന്നെ ഭക്ഷണം പാചകം ചെയ്യിപ്പിക്കലും അതുപോലെ തന്നെ എരിവും പുളിയില്ലാത്ത ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവുന്ന ആ കിടക്കൻ സീനുണ്ട് കേട്ടോ. തന്റെ ഭാര്യയുടെ കട പൂട്ടിച്ചതിന് ഒന്നൊന്നര തിരിച്ചടിയാണ് കേട്ടോ ഇത് സച്ചി കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ.